അപ്പൊ നമ്മള് LD ക്ലർക്കിന്റെ പരീക്ഷ നടക്കുമ്പോൾ അതിൽ ഞാൻ നേരത്തെ സിലബസ് പറഞ്ഞു 10 മാർക്കിന്റെ എന്ത് ചോദിക്കും, മലയാളത്തിന്റെ ചോദ്യം ചോദിക്കും. അപ്പൊ കഴിഞ്ഞ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നടത്തിയ LD ക്ലർക്കിന്റെ പരീക്ഷയുടെ മലയാളത്തിന്റെ ഇംഗ്ലീഷിന്റെയും 10 മാർക്കിന്റെ ഇതിലെ ചോദ്യമാണ്. മുൻപ് നടത്തിയ തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയുടെ ചോദ്യമാണിതിൽ. അപ്പൊ അതിന് മലയാളത്തിലെ ചോദ്യം ഒന്ന് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ 91 തൊട്ട് 100 വരെയുള്ള ചോദ്യം എടുക്കാമോ? മറുവശം 15ാമത്തെ പേജ് കണ്ടോ? മലയാളത്തിന്റെ ചോദ്യം ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കുമോ? ഒന്നാമത്തെ ചോദ്യം 91ാമത്തെ ചോദ്യം നോക്കുമോ? മലയാളത്തിലെ ചോദ്യം ശ്രദ്ധിക്കേണ്ട. ഇപ്പൊ ഗ്രാമർ ഒന്നും ചോദിക്കുന്നില്ല മലയാളത്തിൽ. എന്തില്ല? ഗ്രാമർ പാർട്ടിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുക. ഇതിനകത്ത് വിനയച്ചം ഒക്കെ പരീക്ഷ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊരു എക്സാമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഇട്ടു, ഓപ്ഷൻ ഇട്ടു എന്ന് മാത്രമേ. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. സന്ധ്യയൊക്കെ ചിലപ്പോൾ ചോദിച്ചാലേ അത് ഒരു മാത്രമേ ഉള്ളൂ. സാധാരണ ഇപ്പോഴത്തെ പ്ലെയിൻ ആയിട്ടുള്ള നമ്മൾ പദം രൂപങ്ങൾ എങ്ങനെയൊക്കെയാ നമുക്ക് അറിയുമെന്ന് മാത്രമേ ചോദ്യം ചോദിക്കുന്നുള്ളൂ. വാക്കുകൾ, അതിന്റെ അർത്ഥം, അങ്ങനെയുള്ളൊക്കെ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം, പണിക്കാരി എന്നുള്ള പദം താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പണിക്കാരി എന്ന് പറയുന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഒന്നാമത്തെ കണ്ടോ, സർവനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്നതിനാണ് സർവനാമം എന്ന് നമ്മൾ വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ മേശ കണ്ടില്ലേ, മേശ പലതരത്തിലുള്ള മേശ ഉണ്ടാവില്ലേ, ഡൈനിങ് ടേബിൾ ഉണ്ട്, അല്ലാത്ത നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ സർവനാമം എന്ന് പ്രയോഗിക്കുന്നത്. പിന്നെ പേരച്ചം വിനയിച്ചൊക്കെ ഗ്രാമറിന്റെ അതൊന്നും ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, ഓപ്ഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ക്രിയയും നാമമൊക്കെയുള്ള ബന്ധങ്ങൾ കാണിക്കാനുള്ള 2 വാക്കുകളാണ്. ഡി ഓപ്ഷൻ സ്ത്രീലിംഗം. ഡി കണ്ടോ, സ്ത്രീലിംഗം. അപ്പൊ പണിക്കാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീയാണ്. അപ്പൊ അതിൽ ഉത്തരം ഏതാണ് വേണ്ടത്? സ്ത്രീലിംഗം എന്നുള്ളതാണ് ശരിയാണ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിലും കൂടെ പെടുന്നതല്ല. അപ്പൊ അത്തരത്തിൽ നമ്മളൊരു ചോദ്യം നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ അതിന്റെ മാർക്ക് കിട്ടും. അപ്പൊ പണിക്കാരി, പണിക്കാരൻ എന്നാണ് വന്നിരുന്നത്, എന്ത് വരുമായിരുന്നു? പുല്ലിംഗം എന്ന് വരുന്നത്. പണിക്കാരൻ എന്നാണെങ്കിൽ പുല്ലിംഗം എന്ന് വരുമായിരുന്നു. പണിക്കാരി സ്ത്രീലിംഗമാണ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ പണിക്കാരി എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഏതാണ്? സ്ത്രീലിംഗത്തിൽ പെടുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തത്, അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്നുള്ള പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഇപ്പം കുട്ടി എന്ന് പറയുന്നത് എന്താണ്? ഏകവചനം. കുട്ടി എന്ന് പറയുന്നത് ഏകവചനം, ഒരാൾ മാത്രമേ ഉള്ളൂ, ഏകവചനം എന്ന് പറയുന്നു അല്ലെ. ഇനി കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നു? കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിനെന്ത് വിളിക്കാം? ബഹുവചനം എന്ന് വിളിക്കും. കുട്ടികൾ എന്ന് പറയുന്നത് ബഹുവചനം. അപ്പൊ ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഏകവചനം എന്ന് വിളിക്കുന്നു. കൂടുതൽ പേരുണ്ടെങ്കിൽ എന്ത് വിളിക്കുന്നു? ബഹുവചനം എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ബഹുവചനം എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇത് തന്നെ ഈ കുട്ടികൾ എന്ന് പറയുന്നത് ആൺകുട്ടിയാകാം, അല്ലെങ്കിൽ എന്താകാം? പെൺകുട്ടിയാകാം. അതിന് ആണാണോ പെണ്ണാണോ എന്ന് കുട്ടികൾ എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? അലിംഗ ബഹുവചനം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? അലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നു. അതിനകത്ത് ലിംഗം നമുക്ക് പ്രത്യേകിച്ച് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അതിന് പകരം ആൺകുട്ടികൾ എന്ന് പറഞ്ഞാലോ? ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആണോ പെണ്ണോ എന്നോ ലിംഗ വ്യത്യാസം പറയുന്നില്ലേ? പുല്ലിംഗമല്ലേ? അപ്പൊ അതിന് നമ്മൾ ഇതുവരെ സലിംഗം എന്ന് പറയാം. ഒരു സലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നു. സലിംഗ ബഹുവചനം എന്ന് പ്രയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ചോദ്യം, ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? സലിംഗ ബഹുവചനം. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം? പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം? സലിംഗ ബഹുവചനം. കാരണം വെച്ചാൽ പെണ്ണെന്ന് പറയാം, ആണോ പെണ്ണോ തിരിച്ചറിഞ്ഞ് പറയല്ലേ. അധ്യാപികമാർ എന്താണ് എടുക്കുക? അധ്യാപിക എന്ന് പറഞ്ഞ സ്ത്രീലിംഗം അല്ലേ. അപ്പൊ നമ്മൾ എന്തെടുക്കണം? സലിംഗ ബഹുവചനം. അതിന് ഒരു അധ്യാപകർ എന്നാണ് പറയുന്നുണ്ടെങ്കിലോ അത് അധ്യാപികയാകാം, അധ്യാപകനാകാം, രണ്ടിലേതും ആകാം. അപ്പൊ നമ്മൾ അതിനെന്ത് വിളിക്കുന്നു? അലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് സിമ്പിൾ ആണ്, പഠിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വായിച്ചാൽ നമുക്കറിയാം. പിന്നെ മൂന്നാമത്തതാണെന്ന് പറയുന്നത് എന്ത് പറയുന്നത്? സ്വാമികൾ. എന്ത് വിളിക്കുന്നു? സ്വാമികൾ എന്ന് പറഞ്ഞാൽ കുറെ സ്വാമിമാരുണ്ടെന്നല്ല അർത്ഥം. ഒരു സ്വാമിയെ ഉണ്ടാവുള്ളൂ. ചട്ടമ്പി സ്വാമികൾ ഒരാളെ ഉണ്ടാവുള്ളൂ. അത് ബഹുമാനാർത്ഥം വിളിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പൂജക ബഹുവചനം. എന്ത് വിളിക്കുന്നു?
പൂജക ബഹുവചനം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്രയും പഠിച്ചു വെച്ചാൽ മാർക്ക് ഉറപ്പാണ്. എത്ര മാർക്ക്? ഈ 5 പഠിച്ചാൽ മതി. ഏതൊക്കെ പഠിക്കണം? ഏകവചനം. ഇപ്പൊ പേന എന്ന് പറഞ്ഞാൽ എന്താണ്? പേന എന്ന് പറഞ്ഞാൽ എന്താണ്? പേന എന്ന് പറഞ്ഞാൽ ഏകവചനാണ്, ഒരു പേനയേ ഉള്ളൂ. പേനകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബഹുവചനമാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോ അതിന് പകരം നമ്മൾ ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേഡി ഡോക്ടറാണോ പുരുഷ ഡോക്ടർ നമുക്കറിയോ? ഇല്ല. അപ്പൊ എന്ത് വിളിക്കണം? അലിംഗ ബഹുവചനം. ലിംഗം നമുക്ക് പറയാനില്ല എന്നുള്ളതാണ്. നേരെ തിരിച്ച് എന്താണ്? വേറെ ഏതെങ്കിലും വാക്ക്, സിനിമാ നടിമാർ എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം? സിനിമാ നടിമാർ എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം? സ്ത്രീലിംഗ അല്ലേ? അപ്പൊ സലിംഗ ബഹുവചനം എന്ന് എടുക്കണം. അതിനു പകരം നമ്മൾ ബഹുമാനാർത്ഥം ആരെങ്കിലും വിളിക്കാനാണെങ്കിൽ അതിനെന്ത് വിളിക്കണം? പൂജക ബഹുവചനം. ബഹുമാനം കാണിക്കാൻ വേണ്ടി ഒരു ബഹുവചനം ഉപയോഗിച്ചാൽ അതിനെന്ത് വിളിക്കാം? പൂജക ബഹുവചനം എന്ന് വിളിക്കുക. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ സ്വാമികൾ എന്നൊക്കെ പറയുന്നതാണ്. അത് പൂജക. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് അതിന്റെ ഒരു മാർക്ക് ഉറപ്പിക്കണം, ഉറപ്പായിട്ട്. അപ്പൊ ഈ 2 ചോദ്യം ഞാൻ നിങ്ങൾ പറഞ്ഞ 2ന് മാർക്ക് കിട്ടില്ലേ? 2 ചോദ്യങ്ങൾ പറഞ്ഞില്ലേ? അത്രയും സിമ്പിളാണ്. ഇനി 3ാമത്തെ ചോദ്യം ചോദിക്കുക. താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം ഏത് എന്നാണ്. അപ്പൊ അതൊക്കെ ഞാൻ നോട്ട് തരാം കേട്ടോ. നോട്ട് നിങ്ങൾ നോക്കി എഴുതിയ സ്ഥിരമായി തെറ്റുന്ന വാക്കുകൾ നോട്ട് എഴുതി പഠിച്ചാലേ നമുക്ക് ശരിക്കും. അല്ല, അമ്മമാർ എന്നുള്ള സലിംഗ ബഹുവചനം. ഡി ഓപ്ഷൻ ആണ് ശരി. സലിംഗ ബഹുവചനം. അമ്മമാർ എന്ന് പറയുന്ന നമ്മ സ്ത്രീലിംഗത്തിൽ പെടുന്നല്ലേ? സലിംഗ ബഹുവചനം. ആൺകുട്ടികൾ എന്ന് പറഞ്ഞില്ലേ? സലിംഗ ബഹുവചനം. ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ 93 നോക്കോ. 93ാമത്തെ ചോദ്യം കൊടുത്തുകൊണ്ടോ? താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം ഏത് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചത്. 1ാമത്തെ കണ്ടോ? അടിമത്തം. അടിമത്തം എന്നല്ല നമ്മൾ പറയേണ്ടത്, അടിമത്തമാണ് ശരിയായത്. നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്കറിയാം അടിമത്തമാണ് ശരിയായിട്ടുള്ളതെന്ന് അറിയാം. അതിഥി. അതിഥി ശരിയായിട്ട്. യെസ്, ടീച്ചർ എനി ഡൗട്ട്സ്? കുട്ടികൾ എന്ന് പറയുന്നത് ആണും ആകാം പെണ്ണാകാം. കുട്ടികൾ എന്ന് പറയുന്നത് ആണാകാം പെണ്ണാകാം. അത് വെറും ബഹുവചനം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ആ ഒരു ചോദ്യം ബഹുവചനം ഏതെന്ന് ചോദിച്ചാൽ കുട്ടികൾ എന്ന് നമുക്ക് പറയാം. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളാകാം, ആൺകുട്ടികളാകാം, അല്ലെങ്കിൽ പെൺകുട്ടികളാകാം. ആൺകുട്ടികൾ, പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്നതെല്ലാം സലിംഗ ബഹുവചനമാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു ലിംഗഭേദം ഉള്ളത് കൊണ്ട് അതിനെ എന്താണ്? സലിംഗം എന്ന് പറയുന്നു. ഇനി അങ്ങനെ ലിംഗഭേദം ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? അതാണ് പറയുന്നത്. വെറുതെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ? ആൺകുട്ടിയോ പെൺകുട്ടിയോ നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അലിംഗമാണ് നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കുട്ടികൾ എന്നുള്ള വാക്ക് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കില്ല. അതിന് പകരം എന്ത് ചോദിക്കും? അധ്യാപകർ എന്ന് ചോദിക്കും. അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യാപകർ അലിംഗ ബഹുവചനമാണ്. അതിന് അധ്യാപികമാർ എന്ന് പറഞ്ഞാലോ അധ്യാപകന്മാർ എന്ന് പറഞ്ഞാലോ അത് സലിംഗ ബഹുവചനമാണ് എന്നുള്ളതാണ് കേട്ടോ. ഇതിന്റെ തന്നെ നോട്ട് തരാൻ കേട്ടോ. ഇത് മുഴുവൻ ഇന്ന് ഒരു ക്ലാസ്സിൽ നമുക്ക് എടുത്തു തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും ഏകവചനത്തിന് ഉദാഹരണം, ബഹുവചനത്തിന് ഉദാഹരണം, സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം, പൂജക ബഹുവചനത്തിന് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ച ഉദാഹരണങ്ങളായിട്ട് നോട്ട് തരാം. അപ്പൊ അത് നിങ്ങൾക്ക് ഇതും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എത്രമാത്രം നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെ ഈ മുഴുവൻ ടോപ്പിക്കുകൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നോക്കണം. ഇനി അടുത്ത കണ്ട അജ്ഞാനം. അടുത്ത വാക്ക് ഏത് എഴുതിയില്ല? നമ്മൾ ശരിക്കും ശരിയായുള്ള എന്താണ്? അജ്ഞാനം എന്നല്ലേ വേണ്ടത്? അറിവില്ലായ്മ എന്ന് പറയുന്നതിന് എന്താണ്? അജ്ഞാനം എന്നാണ് പറയാം. എന്തല്ല? അഞ്ചാനം എന്നല്ലല്ലോ പറയാ. ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതാണ്? അഞ്ചാനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? 3ാമത്തെ സി ഓപ്ഷൻ കണ്ടതാണ്. അഞ്ചാനം തെറ്റാണ്. പിന്നെന്താ വേണ്ടത്? അജ്ഞാനം എന്നാണ് ശരിയായിട്ട് വേണ്ടത്. ഇതാണ് ശരിയായുള്ള. അജ്ഞാനം എന്നാണ് വേണ്ടത്.
അഞ്ജാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അഞ്ജാനം എന്നല്ലല്ലോ, അഞ്ജാനം എന്ന് പറയുന്നത് തെറ്റാണ്. അഞ്ജാനം എന്ന് പറയുന്നത് തെറ്റാണ്. അജ്ഞാനമാണ് ശരിയായിട്ടുള്ളത്. അജ്ഞാനം, നമ്മൾ അജ്ഞാനം എന്നല്ലേ പറയുന്നത്, അജ്ഞാനം എന്നാണ് ശരിയായിട്ടുള്ളത്. അഞ്ജാനം തെറ്റാണ്. അധിഷ്ഠിതം, അധിഷ്ഠിതം എന്ന് പറയുന്നത് ഡി ഓപ്ഷനും ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? സി ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. തെറ്റായിട്ടുള്ളത് സി ഓപ്ഷൻ. അഞ്ജാനം, അഞ്ജാനം തെറ്റാണ്. പിന്നെ എന്താ ശരിയായുള്ളത്? എന്താണ്? അജ്ഞാനം എന്നാണ്. ശരി, അജ്ഞാനം എന്നാണ്. ഇനി ഇത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശരിയും തെറ്റും നമ്മൾ നോട്ട് എഴുതി പഠിക്കണം. ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ശരിയായ രൂപവും തെറ്റായുള്ള രൂപവും ശരിയായുള്ള രൂപവും എഴുതി പഠിച്ചാൽ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടും. പക്ഷെ ഇതിനകത്തൊക്കെ വളരെ സിമ്പിൾ ആണ്. അജ്ഞാനം എന്നാണല്ലേ നമ്മൾ പറയുന്നത്, അജ്ഞാനം എന്നാണ് പറയുന്നത്, അഞ്ജാനം എന്ന് പറയില്ല എന്നുള്ള ചിത്രം നമ്മൾ മനസ്സിലുണ്ടാവണം. പിന്നെ 94 കണ്ടോ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടിക്ക് ചെയ്താ 93 അഞ്ജാനമാണ് തെറ്റുള്ളത്, അജ്ഞാനമാണ് അതിന്റെ ശരിയായ രൂപം എന്നറിയാം. ഇനി 94 ചോദ്യം കണ്ടോ? എന്റെ പ്രായം 18 വയസ്സാണ്. അത് ശരിയാണോ? എന്റെ പ്രായം 18 വയസ്സാണ് എന്നുള്ളത് ശരിയാണോ? പ്രായവും വയസ്സും രണ്ടും വേണ്ട. ഒന്നുകിൽ എന്റെ പ്രായം 18 അല്ലെങ്കിൽ എനിക്ക് 18 വയസ്സാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണേ ശരിയാവുള്ളൂ. അപ്പൊ ആ സെന്റൻസ്, വാക്യം തെറ്റാണ്. അത് തെറ്റാണ്. രണ്ടാമത്തെ കണ്ടോ? ഇന്ത്യ ഭരിക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിക്ക്, ഇന്ത്യ ഭരിക്കപ്പെടുന്നതല്ല, ഇന്ത്യ ഭരിക്കുന്നതാണ്. ഭരിക്കപ്പെടുകയല്ലേ, ജനങ്ങളല്ലേ ഭരിക്കപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് എന്നാണ് വേണ്ട. അപ്പൊ ആ രണ്ടും തെറ്റാണ്. ഇന്ത്യ ഭരിക്കപ്പെടുന്ന എന്നുള്ള തെറ്റാണ്, ഇന്ത്യ ഭരിക്കുന്ന എന്നാണ് വേണ്ടത് കേട്ടോ. രണ്ടാമത്തതും തെറ്റാണ്. ഇനി സി ഓപ്ഷൻ കണ്ടോ? പ്രഥമ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി എന്നല്ല വേണ്ടത്. പിന്നെ എന്താണ്? ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ അല്ലല്ലോ, പ്രഥമ മന്ത്രിയല്ലേ, വനിതാ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ശരിയായുള്ള എന്താണ് വേണ്ടത്? പ്രഥമ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രി എന്നല്ല വേണ്ടത്. പിന്നെ എന്താണ്? ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി എന്നാണ് വേണ്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണെന്നാണ് വേണ്ടത്. അപ്പൊ ആ തന്നിരിക്കുന്ന വാക്യവും തെറ്റാണ്. ആ വാക്യം ശരിയായിട്ട് എഴുതേണ്ടത് ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയാണ് എന്നാണ് ശരിയായിട്ട് വേണ്ടത്. പിന്നെ വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. അതിൽ തെറ്റൊന്നുമില്ല. വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതിൽ തെറ്റൊന്നുമില്ല. ഇതൊക്കെ വായിച്ചാൽ തന്നെ നമുക്ക് കുറെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഈ പഠിക്കാത്ത ആൾക്കാർ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നിന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഇത് സ്ഥിരമായിട്ട് നമ്മൾ കുറെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പുസ്തകം വായിച്ചിട്ട് അല്ല അയച്ചുതരുന്ന നോട്ട് വെച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് നമുക്കത് പഠിച്ചു കിട്ടും. പിന്നെ ഉചിതമായ മറുപടി അടിവരയിട്ട വാചകത്തിന് അനുയോജ്യമായ ശൈലി ഏതാണെന്ന്. ഉചിതമായ മറുപടി എന്ന് അർത്ഥം കിട്ടുന്ന പ്രയോഗം ഏതാണ്? ഒന്നാമത്തത് ഉരച്ചു നോക്കുക എന്നാണ്. ഒന്നാമത്തെ കണ്ടോ? ഉരച്ചു നോക്കുക എന്ന് കണ്ടോ? ഉരച്ചു നോക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സാധാരണ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ട് പണയം വെക്കാൻ പോവാരെന്ത് ചെയ്യും? നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉരച്ചു നോക്കൂലേ? അപ്പൊ ഉരച്ചു നോക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? നല്ലതാണോ എന്ന് ചീത്തയാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് എന്ത് വിളിക്കുക? ഉരച്ചു നോക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഉരച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു അർത്ഥത്തിൽ അതിൻ്റെ അകത്ത് വന്നാണ്. സ്വർണ്ണമൊക്കെ നല്ല നമ്മൾ ഈ മുക്കുപണ്ടമാണോ അല്ലെങ്കിൽ യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ്, ആ തട്ടാൻ എന്ത് ചെയ്യും? ഒരു കല്ലിൽ ഉരച്ചു നോക്കും. അതിൻ്റെ അകത്താണ് ഉരച്ചു നോക്കുക എന്നുള്ള പ്രയോഗം വന്നിരിക്കുന്നത്. ഉരച്ചു നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കുക എന്നുള്ളതിനാണ് ഉരച്ചു നോക്കുക എന്ന്. അപ്പൊ അതല്ല ഉചിതമായ മറുപടി എന്നുള്ള അർത്ഥം അതല്ലല്ലോ. രണ്ടാമത്തെ ഉരുളക്കുപ്പേരി. ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഉത്തരം കിട്ടും. അതിനാണ് എന്ത് വിളിക്കുക? ഉരുളക്കുപ്പേരി എന്ന് പറയുന്നത്. ചിലരങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞത്. പണ്ട് ഞാനൊരു കഥ പറയാം. പണ്ടൊരാള് ഒരു മനുഷ്യന് ഇന്റർവ്യൂവിന് പോയി. അദ്ദേഹത്തിന് ജോലി കിട്ടിയേ തീരുള്ളൂ. കാരണം ഭാര്യ സുഖമില്ലാതെ കിടക്കുന്ന ആളാണ്. അപ്പൊ ഈ ജോലി ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? അദ്ദേഹം ജീവിച്ചു പോരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? നിന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചു. ശക്തി എന്താണ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അയാൾ ഉത്തരം പറഞ്ഞു, മൈ വൈഫ്, എന്റെ ഭാര്യ എന്നാണ് ഉത്തരം പറഞ്ഞത്.
ഇന്റർവ്യൂ ചോദിക്കുന്ന ആള് ആ ചോദ്യം തീരുന്നതിന് മുമ്പ് അടുത്ത് ചോദിച്ചു, വാട്ട് ഈസ് യുവർ വീക്ക്നെസ്? നിന്റെ ദൗർബല്യം എന്താണെന്ന് ചോദിച്ചു. അത് പറഞ്ഞു ദൗർബല്യം എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ ഉത്തരം പറഞ്ഞു, മൈ വൈഫ്. ദൗർബല്യം ആര് തന്നെയാണ്? അയാളെ വൈഫ് തന്നെയാണ്. കാരണം വൈഫ് സുഖമില്ലാതെ കിടക്കുന്നതാണ്. വൈഫിന് വെച്ചാൽ എന്താണ്, മരുന്ന് വാങ്ങിക്കാനും ജീവിതം പോറ്റാൻ വേണ്ടിയിട്ടാണ് അയാൾ ജോലിക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് ഉരുളക്കുപ്പേരി എന്ന് പറയുന്നതാണ്. ചോദിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഉത്തരം കിട്ടും. സാധാരണ ചോദിച്ചാൽ എന്നോടാണ് ചോദിക്കേണ്ടത്, നിന്റെ സ്ട്രെങ്ത് എന്താ ചോദിച്ചാൽ, ദൈവം എന്റെ സ്ട്രെങ്ത് എന്താണ്, നിന്റെ വീക്ക്നെസ് എന്താന്ന് ചോദിച്ചോ, അയ്യോ എനിക്കെന്താ വീക്ക്നെസ് ഇല്ല, ഒരു വീക്ക്നെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കും. ഇയാള് ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം മറുപടി കൊടുത്തു. അതിനാണ് ഉരുളയ്ക്ക് ഉചിതമായ മറുപടി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ശരി ഉത്തരം അതാണ് കേട്ടോ. 95ന്റെ ശരി ഉത്തരം ഏതാണ്? ബി ആണ്. 95ന്റെ ശരി ഉത്തരം ടീച്ചർ ഒന്ന് പറഞ്ഞു കൊടുക്കണം. 95ന്റെ ശരി ഉത്തരം ബി. ഇനി അടുത്ത സി കണ്ടോ? സി കണ്ടോ? ഉദരപൂരണം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഉദരപൂരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം കഴിക്കാൻ വേണ്ടി വയറ്റ്, ഉദരം എന്ന് പറഞ്ഞാൽ വയറല്ലേ, ഉദരപൂരണം എന്ന് പറഞ്ഞാൽ വയറ്റിലേക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. അപ്പൊ ഉദരപൂരണത്തിന് വേണ്ടിയാണ് അവൻ ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? എന്തെങ്കിലും ഭക്ഷണം കിട്ടാൻ വേണ്ടിയാണ്, വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നു എന്ന് പറയുന്നില്ല. അതിനാണ് ഉദരപൂരണം എന്ന് പറഞ്ഞാൽ വയറ് നിറയ്ക്കുക എന്നാണ് ഉദരപൂരണത്തിന്റെ അർത്ഥം കേട്ടോ. ഉദരപൂരണം എന്ന് പറഞ്ഞാല് വയറ് നിറയ്ക്കുക. അറിയില്ലാത്തവരാണ് എഴുതി വെക്കാം. ഉദരപൂരണം വയറ് നിറയ്ക്കൽ എന്നാണ്. വയറ് നിറയ്ക്കൽ, അതിനാണ് ഉദരപൂരണം എന്ന് പറയുന്നത്. വെച്ചാൽ ഭക്ഷണം കിട്ടാൻ വേണ്ടി. നീ എന്തിനാ ജോലിക്ക് പോകുന്നത്? എന്തിനു വേണ്ടി പോണത്? ഉദരപൂർണത്തിന് വേണ്ടിയാണ് എന്ന് പോകുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത്, എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ജീവിച്ചു പോരാം, അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണമെന്ന് മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ. അപ്പൊ ഞാൻ എന്താണ്, ഉദരപൂർണത്തിന് വേണ്ടിയല്ല വന്നത് എന്ന് ഞാൻ പറയും. എനിക്കത് എടുക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് വന്നത് എന്ന് പറയും. അപ്പൊ അതാണ് ഉദരപൂർണം എന്ന് പറയുന്നത്. അടുത്തുണ്ട് ഗളഹസ്തം ചെയ്യുക. എന്താണ് ഗളഹസ്തം ചെയ്യുക? ഗളഹസ്തം ചെയ്യുക എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഇവിടെ ഗളം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? കഴുത്തെന്നാണ്. ഗളഹസ്തം എന്ന് പറഞ്ഞാൽ കഴുത്തിന് പിടിച്ച് പുറത്താക്കുക എന്ന് പറയാം. അതിനാണ് ഇത് വിളിക്കുക ഗളഹസ്തം ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ പുറത്താക്കുക എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. എന്താ ഉള്ളത്? ഗളഹസ്തം ചെയ്യുക എന്നുള്ളതിന് പുറത്താക്കുക എന്നുള്ളത്. പക്ഷെ ശരിയായ അർത്ഥം കഴുത്തിന് പിടിച്ച് പുറത്താക്കുക എന്ന് പറയുന്നതിനെയാണ് ഗളഹസ്തം ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തൊക്കെ പുറത്താക്കുക എന്ന് മാത്രമേ കാണുള്ളൂ കേട്ടോ. പുറത്താക്കുക, ഗളഹസ്തം ചെയ്യുക, പുറത്താക്കുക. ഇനി ഈ പറയുന്ന ചോദ്യങ്ങളെ ശൈലികളിലെ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരുന്ന മുഴുവൻ എന്താണ്? നമുക്ക് മനസ്സിലാകാത്ത ഉരുളക്കുപ്പേരി എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഉചിതമായ മറുപടി. ഗളഹസ്തം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഗളഹസ്തം ചെയ്യാന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? കഴുത്തിന് പിടിച്ച് പുറത്താക്കുക. അതുപോലെ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ, സ്ഥിരം വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. കാറ്റുള്ളപ്പോൾ പേറ്റുക. കണ്ടോ? കാറ്റുള്ളപ്പോൾ പേറ്റുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? കാറ്റ് വീശുന്ന സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നെല്ലൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരില്ലേ, നെൽകൃഷി നടത്തുന്ന ആൾക്കാരില്ലേ, അപ്പൊ എന്താണ്, കാറ്റ് വീശുന്ന സമയത്ത്, കാറ്റ് വരുന്ന സമയത്ത് പേറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പതിരൊക്കെ എന്താണ്, മാറിപ്പോവും. അപ്പൊ കാറ്റില്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? കാറ്റുള്ളപ്പോ പേറ്റുക എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് ചെയ്യുക എന്നാണ് അർത്ഥം. എന്തിന്റെ അർത്ഥം എന്താണ്? തക്ക സമയത്ത്, അത് ചെയ്യേണ്ട സമയത്ത് വരിക. കാറ്റ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ നെല്ലിങ്ങനെ വിട്ടിട്ട് കാര്യമുണ്ടോ? കാറ്റ് വീശുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പതിര് മുഴുവൻ പാറിപ്പോയിക്കോളും എന്നുള്ളതാണ് കാറ്റുള്ളപ്പോൾ പേറ്റുക. പിന്നെ അജഗജാന്തരം. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അജം എന്ന് പറഞ്ഞാൽ ആടാണ്, ഗജം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയാണ്. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറുപ്പ വലിപ്പം തമ്മിലുള്ള ഭയങ്കര വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അവര് തമ്മിൽ അജഗജാന്തരം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരുത്തൻ ചെറുതും ഒരുത്തൻ എന്ത് ചെയ്യാണ്? ഭയങ്കര വലിയ ആളാണ്. ഇപ്പൊ ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ പഠിക്കാൻ വരുന്നു. ഒരുത്തൻ വലിയൊരു മുതലാളിയുടെ മകനാണ്, മറ്റവൻ പാവപ്പെട്ടവനാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ? അവര് തമ്മിൽ അജഗജാന്തരം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? വലിപ്പ ചെറുപ്പ വ്യത്യാസം ഒരുപാടുണ്ട്. ഒരാൾ വലിയ ആളാണ്, ഒരാള് ചെറിയ ആളാണെന്നുള്ളത്. ഇത് PSC കൊടുത്ത ഓപ്ഷനാണ് കേട്ടോ. വലിപ്പ ചെറുപ്പ തമ്മിലുള്ള അന്തരം എന്ന് PSC ഉത്തരം കൊടുത്താണ്, ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കേട്ടോ. അടുത്തത് ശ്ലോകത്തിൽ കഴിക്കുക. PSC പലവട്ടമായി ചോദിച്ചൊരു ചോദ്യമാണിത്. ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക എന്നുള്ളതാണ്. എനിക്ക് ക്ലാസ്സിൽ ഒരുപാട് പറയാനുണ്ടായിരുന്നു, പക്ഷെ സമയം കുറവായതുകൊണ്ട് ഞാൻ ശ്ലോകത്തിൽ കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കണം?
ഞാൻ ശ്ലോകത്തിൽ കഴിച്ചു എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ ചുരുക്കി പറയാണ് ശ്ലോകത്ത് കഴിച്ചു എന്ന് പറയും കേട്ടോ. ഇത് ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചാണ്, ഇനിയും വരാൻ സാധ്യതയുള്ളതാണ് ശ്ലോകത്ത് കഴിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പഠിച്ചു വെക്കണം. പിന്നെ കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാള പ്രസവിക്കില്ലല്ലോ, കാള ആണല്ലേ, കാള ഒരിക്കലും പ്രസവിക്കില്ല. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളതാണ്, കാള പെറ്റു എന്ന് പറയുന്നതിന് പിന്നെ കുട്ടിയെ കെട്ടാൻ വേണ്ടി കയറെടുക്കും. കാള പെറില്ലല്ലോ. പക്ഷെ ചിലരെന്താണ്, കേട്ട പാടി കേട്ടില്ല എന്നുള്ള പാടി എന്ത് ചെയ്യുന്നുള്ള നമ്മളൊരു കാര്യം അങ്ങ് ചാടി പുറപ്പെടുക. അതിനാണ് എന്ത് വിളിക്കുക? കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കുക എന്ന്. കാര്യം അറിയാതെ ചാടി പുറപ്പെടുന്നതിനാണ് കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്ത ധനാശി പാടുക. PSC പലവട്ടം ചോദിച്ചാണ്. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. എടാ എങ്ങനെയുണ്ട് നിന്റെ ബിസിനസ് ഒക്കെ? ഞാൻ ധനാശി പാടി എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഞാൻ പരിപാടി അവസാനിപ്പിച്ചു എന്നുള്ളതാണ് എന്റെ മീനിങ്. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. പിന്നെ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ളതാണ്. കാക്ക കുളിച്ചാൽ, കാക്കയുടെ നിറം കറുപ്പാണ്, അത് കുളിച്ചുകൊണ്ട് കൊക്കിന്റെ നിറം വെളുപ്പമാണ്, ഒരിക്കലും എന്തായി മാറില്ല, കാക്കയുടെ നിറം മാറില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുക. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് കാക്ക കുളിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഒരിക്കലും അതിന് വെളുത്ത നിറായി മാവാൻ പറ്റില്ല. നമ്മൾ അതിന് പുറത്ത് എന്ത് ചെയ്യാണ്, കുറെ പെയിന്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. PSC കൊടുത്ത ഓപ്ഷൻ ആണ് കേട്ടോ. കാക്ക കുളിച്ചാൽ കൊക്കാകുക എന്നുള്ളൊരു ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ കാക്കയെ കുളിപ്പിച്ചാൽ നമുക്ക് കൊക്കാക്കി മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് കുറെ പെയിന്റ് അടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മളെ ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാവില്ല. കാക്ക ഒരിക്കലും കാക്ക എപ്പോഴും കാക്ക തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് വെച്ചാൽ. എന്താ വെച്ചാൽ പുറമേ മോടി പിടിപ്പിക്കുന്ന നിരർത്ഥകമാണ് എന്നുള്ളതാണ്. അടുത്തത് ശവത്തെ കുത്തുക. ശവത്തെ കുത്തലും PSC പലവട്ടം ചോദിച്ചാണ്. ശവത്തെ കുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശവം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആളില്ലേ, ആ മരിച്ചുപോയ ആളെ വീണ്ടും കുത്തി നോവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഉപദ്രവിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ ശവത്തെ കുത്തുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? അവശനെ ഉപദ്രവിക്കുക. മരിച്ചുപോയ ഒരാളെ വീണ്ടും ഉപദ്രവിക്കുക എന്നതാണ്. ഒരാൾ തീർത്തും ബുദ്ധിമുട്ടിലാണ്, അയാളെ വീണ്ടും ഉപദ്രവിക്കാനാണെങ്കിൽ എന്ത് വിളിക്കും? ശവത്തിൽ കുത്തുക എന്ന് പറയുന്നുള്ളതാണ്. അടുത്തത് എന്താ? ചന്ദ്രഹാസം എടുക്കുക. ചന്ദ്രഹാസം എടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ചന്ദ്രഹാസം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വഴക്കിന് ഒരുങ്ങി എന്നുള്ള, ഷണ്ടയ്ക്ക് ഒരുങ്ങുക, അല്ലെ വഴക്കിന് പുറപ്പെടുക. ആ വിവരം കേട്ട ഉടനെ എന്താണ് ചെയ്യുന്നത്? അയാൾ ചന്ദ്രഹാസം എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ വിവരം കേട്ട ഉടനെ അയാൾ ചന്ദ്രഹാസം എടുത്തു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? അയാള് വഴക്കിന് ഒരുമ്പിട്ട് വന്നു എന്നുള്ളതാണ്, ഷണ്ടയ്ക്ക് ഒരുമ്പിട്ട് വന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. 5 10 തവണ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം, അല്ലാതെ ഇതൊക്കെ മറന്നുപോകും. പിന്നെ അടുത്തത് എന്താണ്? ഗളഹസ്തം ചെയ്യുക. ഇപ്പൊ പറഞ്ഞാലേ ഉള്ളൂ. ഗളഹസ്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഗളഹസ്തം ചെയ്യുക എന്ന് പറഞ്ഞാല് എന്താ? പുറത്താക്കുക, കഴുത്തിന് പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ്. പുറത്താക്കുക. ഗതാനുഗതിക ന്യായം. എന്താണ് ഗതാനുഗതിക ന്യായം എന്ന് പറഞ്ഞാൽ അനുകരണശീലമാണ്. ഒരാൾ എന്തോ ചെയ്യുന്നു അതുപോലെ നമ്മളും ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? അതിനെ ഗതാനുഗതിക ന്യായം എന്ന് പറയുന്നു. അനുകരിക്കുക, മറ്റൊരാളെ ചെയ്യുന്ന അതുപോലെ തന്നെ ചെയ്യുക, അതിനാണ് ഗതാനുഗതിക ന്യായം. ഇത് പഠിച്ചു വെക്കണമെങ്കിൽ ഒരു 10 20 തവണ ഗതാനുഗതിക ന്യായം, അനുകരണം എന്ന് എഴുതി പഠിച്ചില്ലെങ്കിൽ നമ്മൾ മറന്നുപോകും കേട്ടോ. അല്ലെ പരീക്ഷയ്ക്ക് അത് വിട്ടുപോകും. പിന്നെ തങ്കലിപികളിൽ എഴുതുക. തങ്കലിപി, തങ്കം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. തങ്കലിപികളിൽ എഴുതുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അത് എന്താക്കി മാറ്റുക? വിശേഷമായിട്ട് എഴുതി വെക്കുക, വലിയ നല്ല കാര്യമായിട്ട് പറയുക. അതിനാണ് എന്ത് വിളിക്കുക? തങ്കലിപികളിൽ എഴുതുക. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തങ്കലിപികളിൽ എഴുതിപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അതൊക്കെ വളരെ വിശേഷപ്പെട്ടതായിട്ട് വലിയ കാര്യങ്ങളായിട്ട് എന്താണ് നമ്മൾ എപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്തത് ഏതാണ്? കുത്തിവെച്ച പാവ. കണ്ടോ? കുത്തിവെച്ച പാവ പോലെ ഇരിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്ന ചില ആൾക്കാർ ഒരു പ്രതികരണവും ഇല്ല, കുത്തിവെച്ച പാവ പോലെ അവൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഒരനക്കവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥൻ എങ്ങനെയുള്ള ആളാണ്? കുത്തിവെച്ച പാവ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അതിന്റെ അർത്ഥം എന്താണ്? കുത്തിവെച്ച പാവ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഒരു ചൈതന്യവും ഇല്ലാതെ, അനക്കമില്ലാതെ അവിടെ ഇരിക്കും എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. ചൈതന്യമില്ലാത്ത ആളെന്ന് പറഞ്ഞാൽ PSC കൊടുത്ത ഉത്തരമാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ശരിക്കും കുത്തിവെച്ച പാവ എന്നുള്ളതിന് നമ്മൾ ഇന്ന് അർത്ഥം പറയുന്നത് എന്ത് ചെയ്യുന്നത്? ഒരു കഴിവൊന്നും ഇല്ലാത്ത വെറുതെ ഇരിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അടുത്തത് ഗജനിമീലനം. എന്താണ്? ഗജനിമീലനം. ഗജനിമീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഗജനിമീലനം ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ടിട്ടും കണ്ടില്ല എന്ന്
നടിച്ചിട്ട് പോയി. ഞാൻ ഇങ്ങനെ നടന്നു പോവാണ്, ഇങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ, ജോലി കിട്ടിയ എല്ലാവർക്കും ഭയങ്കര കമ്മിയായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നതാണ്, കണ്ടിട്ട് എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു പോയി. അപ്പൊ അയാള് ഗജനിമീലനം ചെയ്തു. ഇതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ, അല്ലെ മറന്നു പോകും തീർച്ചയായിട്ടും കേട്ടോ. ഗജ, കാരണം ഇത് യഥാർത്ഥ അർത്ഥമല്ല നമ്മൾ പറയുന്നത്, അപ്പൊ എഴുതി പഠിക്കാതെ ഓർത്തിരിക്കാൻ പറ്റില്ല. ഗജ നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ടാലും കണ്ടില്ലെന്നുള്ള നാട്യം. കണ്ടിട്ട് നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചിട്ട് പോവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ ഇതിലൂടെ പോവുകയാണ് ചെയ്യുന്നത്, ഒരാളെ കണ്ടു, എന്റെ വേണ്ടപ്പെട്ട ഒരാളാണ്, അയാൾ എന്നെ കണ്ടിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ അയാൾ അങ്ങ് പോവുകയാണെങ്കിൽ എന്ത് ഞാൻ പറയും, അയാള് ഗജനിമീലനം ചെയ്തു എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം കണ്ടിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ പോയി എന്നുള്ളതാണ്. അടുത്തത് ഊർധ്വഗതിയെ പ്രാപിക്കുക. അടുത്തേതാണ് ഊർധ്വഗതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവസാനിക്കാറാകുക, നശിക്കാറാകുക. നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്, ഊർധ്വഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, അത് ഇതിന്റെ അർത്ഥം എന്താണ്, നശിക്കാറായി എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അത് നശിക്കാറായി, ഊർധ്വഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ നശിക്കാറായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ അടുത്തത് ഉദകം ചെയ്യുക. ഉദകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക എന്നാണ് കേട്ടോ. ഉദകം ചെയ്യുക എന്ന് പറഞ്ഞാല് ഇതൊക്കെ ദാനം ചെയ്തു, അയാളെ കയ്യിലുള്ളതെല്ലാം ഉദകം ചെയ്തു എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, അയാൾ വലിയ കോടീശ്വരനായിരുന്നു, ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, ഒരുപാട് ആനയുണ്ടായിരുന്നു, അയാൾ അതിനെയൊക്കെ ഉദകം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അതെല്ലാം ദാനം ചെയ്തു എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഉദകം ചെയ്തു എന്ന് പറഞ്ഞാല് ദാനം ചെയ്തു എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് പഠിക്കാനേ മാർഗമുള്ളൂ കേട്ടോ. ഇതിങ്ങനെ കുറച്ചൊന്നും പഠിച്ചാൽ പോരെ, ഒരുപാട് ഇതുപോലെ മറ്റു പഠിക്കാനില്ലേ. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് വരുമ്പോഴേക്കും ഈ തന്നിരിക്കുന്ന ഒരു 20 തവണ എഴുതുക. ഉദകം ചെയ്യുക, ദാനം ചെയ്യുക, ഉദകം ചെയ്യുക, ദാനം ചെയ്യുക. ഒരു 20 ടൈംസ് 20 തവണ റഫ് നോട്ടിന്റെ അകത്ത് ഏതെങ്കിലും പേപ്പറിൽ എഴുതി പഠിച്ചാൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ മാർക്ക് കിട്ടും. പിന്നെ അടുത്താണ് ഉള്ളം കയ്യിലെ നെല്ലിക്ക. ഉള്ളം കയ്യിലെ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ഉള്ളം കയ്യിലെ നെല്ലിക്ക ഇങ്ങനെ ഇരിക്കുമല്ലേ, നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് സ്പഷ്ടമായുള്ള കാര്യത്തിന് നമ്മൾ എന്ത്, അതിസ്പഷ്ടം, വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്, അതിനാണ് എന്ത് വിളിക്കുക, ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ കാണാം എന്നതാണ് മീൻ ചെയ്യുന്നത്. അതിസ്പഷ്ടമായിട്ടുള്ള എന്നുള്ളതാണ്. കേളി കൊട്ടുക എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ്. കേളി കൊട്ടി അറിയിക്കുക, ചെണ്ട കൊട്ടി അറിയിക്കുന്നില്ലേ. അപ്പൊ കേളി കൊട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അയാളത് ഒരുപാട് പരസ്യപ്പെടുത്തി എന്നുള്ളതാണ്. ഒരുപാട് കേളി കൊട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പരസ്യപ്പെടുത്തി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ അടുത്തത് കലാശം ചവിട്ടുക. കലാശം ചവിട്ടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അയാൾ കലാശം ചവിട്ടി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, കലാശം ചവിട്ടി എന്ന് പറഞ്ഞാൽ പരിപാടി അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. എടാ നിന്റെ PSC പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്, ഞാൻ കലാശം ചവിട്ടി എന്ന് പറഞ്ഞാൽ അതൊന്നും കിട്ടാൻ പോണില്ല, ഞാൻ പരിപാടി നിർത്തി, അതിനാണ് എന്ത് പറയാ, കലാശം ചവിട്ടി എന്ന് പറയുന്നുള്ളതാണ്. പിന്നെ ചത്ത പശുവിന് മുക്കുടം പാൽ. എന്താണ് ചത്ത പശുവിന് മുക്കുടം പാൽ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, പശു ചത്തുപോയി എന്നിട്ടും അതിന് മുക്കുടം പാല് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നേരത്തെ നടന്നതിന്റെ നല്ല കാര്യത്തിന്റെ മഹത്വം ഇപ്പൊ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. ചത്തുപോയ പശുവിന്റെ മുക്കുടം പാലിനെ പറ്റി ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പണ്ട് നടന്ന അതിന്റെ മഹത്വം ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് ഇത് വിളിക്കുക ചത്ത പശുവിന് മുക്കുടം പാൽ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചത്ത പശുവിന് മുക്കുടം പാൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിന്റെ മഹത്വം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ്. ചില ആൾക്കാരില്ലേ, ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല, പണ്ട് തറവാട്ടിൽ അത് ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പണ്ട് 10 പറക്ക് നെല്ലുണ്ടായിരുന്നിരിക്കാം, 10 ആന ഉണ്ടായിരിക്കാം, എന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇനി പറഞ്ഞിട്ട് കാര്യം, അതൊക്കെ പോയ കാര്യമാണ്. അതിനാണ് എന്ത് പറയാ, ചത്ത പശുവിന് മുക്കുടം പാൽ എന്ന് പറയുന്നതിന്. പിന്നെ അടക്കമില്ലാത്ത തത്ത അടുപ്പിൽ. കേട്ടോ, എന്താണ് പറയാ, അടക്കമില്ലാത്ത തത്ത അടുപ്പിൽ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, ഒരു അച്ചടക്കമില്ലാത്ത തത്തയാണെങ്കിൽ തത്ത എന്താണ് പോയി എന്തിന്റെ അകത്തേക്കും അടുപ്പിലേക്കും വീഴും എന്ന് പറഞ്ഞാൽ അനുസരണയില്ലാത്തവര് വഴിതെറ്റിപ്പോകും എന്നുള്ളതാണ് അടക്കമില്ലാത്ത തത്ത അടുപ്പിൽ എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിലൊരു തത്തയെ വളർത്താം, ഒരു പക്ഷിയെ വളർത്താന്ന് വെച്ചോ, അതിന് യാതൊരു അച്ചടക്കമൊന്നും ഇല്ലെങ്കിൽ അത് വല്ലയിടത്തൂടെ പോയി പറന്ന് വീണ് അടുപ്പിൽ പോയിട്ട് എന്ത് ചെയ്യും, ചത്തുപോകും. അതാണ് നമ്മളൊരു അച്ചടക്കമില്ലാതെ പോവുകയാണെങ്കിൽ വഴിതെറ്റിപ്പോകും എന്ന് പറയുന്നതിനാണ് അടക്കമില്ലാത്ത തത്ത അടുപ്പിൽ. അനുസരണയില്ലാതെ വളർന്നവൾ വഴിതെറ്റും. പിന്നെ കക്കാൻ പോകുമ്പോൾ കൂവരുത്. കക്കാൻ പോകുമ്പോൾ കൂവരുതെന്ന് പറഞ്ഞാൽ, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഒരു വീട്ടിൽ കല്യാണം നടന്നു, 100 പവൻ ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ അത് കക്കാൻ വേണ്ടി പോവാന്ന് വെച്ചോളൂ. അവിടെ ചെല്ലുമ്പോ ഞാൻ കക്കാൻ വന്നിരിക്കുകയാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരെല്ലാം എഴുന്നേറ്റ് വെക്കൂലേ. അപ്പൊ ഏതൊരു പ്രവൃത്തിക്കും അതിന്റെ രഹസ്യ സ്വഭാവമുണ്ട്. കക്കാൻ പോകുന്നതിന് എന്ത് ചെയ്യരുത്, ഉറക്കെ വിളിച്ചു പറഞ്ഞോട് കക്കാൻ പോകാവോ, പറ്റില്ല. അപ്പൊ എന്താണ്, ഓരോ പ്രവൃത്തിക്കും അതിന്റെ രഹസ്യ സ്വഭാവം ഉണ്ട് എന്ന് പറയുന്നതിനാണ് കക്കാൻ പോകുമ്പോൾ കൂവരുത് എന്ന് പറയുന്നത്. ഏത് പ്രവൃത്തിക്കും അതിന്റെ രഹസ്യ സ്വഭാവമുണ്ട്. അടുത്ത എന്താണ്, ഊനം വന്നാൽ ഉപായം വേണം. എന്താണ് ഊനം എന്ന് പറഞ്ഞാൽ കുറവ് എന്നുള്ള, എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പരിഹരിക്കാൻ വേണ്ടി
ഉപായം വേണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഇവർക്ക് കേൾക്കാൻ പറ്റില്ല, ഞാനൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല, പോയി ക്ലാസ്സിൽ കേട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള ഉപായം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ റാങ്ക് ഫയൽ വാങ്ങിയിട്ട് ഡെയിലി 10 പേജ് 20 പേജ് വെച്ച് വായിച്ചു പോവുക. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപായം നമ്മൾ കേൾക്കണം. നമുക്ക് എഴുതാൻ പറ്റില്ല, ഇപ്പൊ ഇദ്ദേഹത്തിന് എഴുതാൻ പറ്റില്ല എന്ന് വെച്ചോളൂ, അപ്പോൾ റെക്കോർഡ് ക്ലാസ് വാങ്ങിച്ച് നമ്മൾ കേട്ടോണ്ടിരിക്കണം. അപ്പൊ നമുക്കത് അങ്ങനെ ഒരു ഉപായം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗവും വേണം എന്ന് പറയുന്നതിനാണ് ഊനം വന്നാൽ എന്ത് വേണം, ഒരു ഉപായം വേണം എന്ന് പറയുന്നത്. ഊനം വന്നാൽ ഉപായം വേണം എന്ന് പറഞ്ഞു. അടുത്തത് പുത്തരിയിൽ കല്ല് കടിച്ചതുപോലെ. പുത്തരിയിൽ കല്ല് കടിച്ച പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ നല്ല അരി ഉണ്ടാക്കുന്നു, ആ അരിക്കകത്ത് കല്ല് കടിക്കും എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതിനാണ് ഇത് വിളിക്കുക പുത്തരിയിൽ കല്ല് കടിച്ചതുപോലെ എന്ന് പറയുന്നത്. പ്രാരംഭത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. നമ്മളൊരു കമ്മിറ്റി കൂടുകയാണ്, ഒരു മീറ്റിംഗ് കൂടുകയാണ്. മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ എന്താണ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? പുത്തരിയിൽ കല്ല് കടിക്കുകയാണെന്നാണ് നമ്മൾ പറയുക എന്നുള്ളതാണ്. അപ്പൊ പുത്തരിയിൽ കല്ല് കടിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അടുത്തത് മുള്ളു പിടിക്കലും മുറുക്കനെ പിടിക്കണം. നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട സാധനം അതാണ്. മുള്ളു പിടിക്കലും. മുള്ളിന്റെ മുകളിൽ പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യല? മുറുക്ക പിടിക്കോ? വേദനിക്കല്ലോ എന്ന് വെച്ച് പിടിക്കില്ല. പക്ഷെ മുള്ളു പിടിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? മുറുക്ക പിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുന്നതിന് നമുക്കൊരു ആത്മധൈര്യം ഉണ്ടായിരിക്കണം. എന്ത് ചെയ്താലും നമ്മൾ ആത്മധൈര്യത്തോട് ചെയ്യണം എന്ന് പറയുന്നതിന് മുള്ളു പിടിക്കലും മുറുക്ക പിടിക്കണം എന്ന് പറയുന്നത്. അപ്പൊ മുള്ളു പിടിക്കലും മുറുക്ക പിടിക്കണം, ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് ചെയ്യുക. സാധാരണ മുള്ളാണെങ്കിൽ ആരും എന്ത് ചെയ്യില്ല, കൈ വേദനിക്കല്ലോ എന്നിട്ട് മുറുക്ക പിടിക്കില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല വേണ്ട. മുള്ളു പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മുറുക്ക പിടിക്കണം. അപ്പൊ നിങ്ങൾക്കുള്ള PSC പരീക്ഷ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നിങ്ങൾ ഈ PSC പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞ ഒരു മുള്ളാണ്, എളുപ്പത്തിൽ കടന്നുവിടാൻ പറ്റുമോ? പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? മുറുക്ക പിടിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും എന്ന് പറഞ്ഞാൽ കല്ലിന് ഭയങ്കര വെയിറ്റ് ഇല്ലേ, കല്ലിന് ഭാരമുണ്ട്. നല്ല കാറ്റാണ് കല്ലും പറന്നു പോകുമെന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? നമ്മളെ ഉദ്ദേശം നന്നാണെങ്കിൽ നമുക്ക് എന്ത് നേട്ടവും നേടാൻ പറ്റും എന്നുള്ളതാണ് അർത്ഥം. ആഗ്രഹം ശക്തമെങ്കിൽ എന്തും നേടാൻ പറ്റും. കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഇപ്പൊ നമുക്ക് PSC പരീക്ഷ എഴുതി ജോലി വാങ്ങിക്കാൻ പോവാണ്. അതാ കാറ്റ് നന്നെങ്കിൽ നമ്മൾ അധ്വാനം നല്ലതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും എന്നാണ് അർത്ഥം. അടുത്തത് നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു ചേരണം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? നമ്മൾ ഒന്നിന് പുറപ്പെട്ടിറങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കിട്ടിയിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് പറയണം. അതിനെ നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം എന്ന് പറയുന്നതാണ്. നമ്മൾ PSC പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പോന്നു, നന്നായി പഠിച്ചെഴുതി ജോലി കിട്ടി പുറത്തു വരിക, അതിനാണ് എന്ത് വിളിക്കുക? നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം എന്ന് പറയുന്നത്. പിന്നെ ഉരുളക്കുപ്പേരി ഞാനിപ്പോ പറഞ്ഞു. ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഉചിതമായ മറുപടി. നടക്കല്ല് പറിക്കുക. നടക്കല്ല് പറിക്കുക എന്ന് പറയുന്നത് ദരിദ്രനാ. നടക്കല്ല് എന്ന് പറയുമ്പോൾ മീനിങ് എന്താ? ഏറ്റവും ഉള്ളിലുള്ള കല്ലാണ് നടക്കല്ല് എന്ന് പറയുന്നത്. നടക്കല്ല് പറിച്ചു എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്? അയക്ക ഉള്ളതെല്ലാം പോയി എന്നാണ് അർത്ഥം. നടക്കല്ല് പറിക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രനാകുക എന്നാണ് അർത്ഥം. മനം പോലെ മാംഗല്യം. മനം പോലെ മാംഗല്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു പെൺകുട്ടി ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെയാണ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു, ആ മനസ്സിലുള്ളത് പോലെ തന്നെ അയാൾക്ക് മാംഗല്യവും കിട്ടി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഉള്ളിലുള്ളത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആഗ്രഹം നടപ്പിലാക്കുക. അതിനാണ് എന്ത് പറയാ? മനം പോലെ മാംഗല്യം എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലിരിപ്പ് പോലെ തന്നെ എന്ത് ചെയ്യണം? എന്തെങ്കിലും കിട്ടുന്നതിനാണ് മനം പോലെ മാംഗല്യം എന്ന് പറയുന്നത്. പിന്നെ താളി പിഴിയുക. താളി പിഴിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാർക്ക് താളി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ദാസ്യവൃത്തി ചെയ്യുക, അവരെ അടിമപ്പണി ചെയ്യുക. അതിനാണ് എന്ത് പറയാ? താളി പിഴിയുക എന്ന് പറയുന്നത്. താളി പിഴിയുക എന്ന് പറഞ്ഞാല് ദാസ്യപ്രവൃത്തി ചെയ്യുക, അടിമയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവസാനത്തെ കറുത്ത കൊടുവേലി. അതൊരു കറുത്ത കൊടുവേലി എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമായിട്ടുള്ള സാധനം, കിട്ടാനില്ലാത്ത സാധനമാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും? കറുത്ത കൊടുവേലി എന്ന്. അപ്പൊ കറുത്ത കൊടുവേലി എന്താണ്? കിട്ടാത്ത വസ്തുവിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കറുത്ത കൊടുവേലി എന്ന് പറയുന്നത്. ലഭ്യമല്ലാത്ത വസ്തുവിനെ നമ്മൾ എന്ത് വിളിക്കും? കറുത്ത കൊടുവേലി എന്ന് പറഞ്ഞാൽ കിട്ടാത്ത വസ്തു കേട്ടോ. നമുക്ക് കിട്ടാത്തൊരു വസ്തു ആണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? PSC എഴുതിയ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ചില വിദ്വാന്മാർ പറയുന്നത് കറുത്ത കൊടുവേലിയ എന്ന് പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ മര്യാദക്ക് വർക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്, അപ്പൊ അതൊരു കറുത്ത. ഇന്ന് PSC കോച്ചിങ്ങിനെ നിങ്ങൾ ആൾക്കാർ പലരും പറയും എന്തിനാ വെറുതെ സമയം കളഞ്ഞത്, അതൊരു കറുത്ത കൊടുവേലിയാന്ന് പറയും. അതിന്റെ മീനിങ് എന്താ? അത് കിട്ടാൻ പോവാത്ത സാധനമാണെന്ന് പറയും. പക്ഷെ നമ്മൾ കിട്ടിയാൽ കിട്ടും. അപ്പൊ ഇത്രയും സാധനങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളെ മലയാളത്തിന്റെ നോട്ട്ബുക്കിലേക്ക് ഇത് പകർത്തി എഴുതി വെക്കണം. ഇങ്ങനെ തന്നെ വെച്ചിട്ട് കാര്യമില്ല, പകർത്തി എഴുതണം. പറ്റുമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു 10 തവണ എഴുതി
പഠിച്ചു വെക്കുക. അപ്പൊ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇത്രയും പഠിച്ചു തരും. ഇത്രയും മാത്രമല്ല, ഇനിയും കുറെ ഇതിൽ പഠിക്കാനുണ്ട് കേട്ടോ.